ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കും സുഖമാണ്. പിന്നെ കുറച്ച് കാലമായി ലോങ് വീഡിയോസ് കറക്റ്റ് എന്താ പറയുക കൺസിസ്റ്റൻ്റായിട്ട് ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും, എല്ലാവരും തംബ്നെയിൽ കണ്ടിട്ടാവും ചിലപ്പോൾ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഞാൻ ഫാം കുറച്ച് കാലത്തേക്ക് ഒന്ന് നിർത്തി വെക്കുകയാണ്. ഒരു 6 മന്ത് ടു 1 ഇയർ സമയത്തേക്ക് ഞാൻ നിർത്തി വെക്കുകയാണ്. അപ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ആവശ്യമുണ്ട്. ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിർത്തി വെക്കുന്നത്. നിങ്ങളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും കോഴി ഫാം എൻ്റെ 2-2.5 വർഷത്തെ എഫേർട്ടാണ് ഈ കോഴി ഫാം ഇങ്ങനെ കൊണ്ടുവന്നത്. പക്ഷേ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ലൈഫിൽ പല പല ഇൻസിഡൻസും വരുമല്ലോ, അപ്പോൾ നമുക്കത് നിർത്തി വെക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്കും താൽക്കാലത്തേക്ക് ഇത് നിർത്തി വെക്കേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. കാരണം ഞാനൊരു 6 മന്ത് കഴിഞ്ഞാൽ വീണ്ടും ഫാം നല്ല ഇതിലും ഗംഭീരമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് കാട, BV380 കോഴികൾ, കാരണം മുട്ടയ്ക്ക് എനിക്ക് നല്ലോണം ആവശ്യക്കാർ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് മുട്ട കൊടുക്കാനില്ലാത്തൊരു സാഹചര്യമാണ്. ഇപ്പോൾ നാടൻ കോഴിയാകുമ്പോൾ നമുക്കറിയാമല്ലോ, ലിമിറ്റഡ് കുറച്ച് മുട്ടയല്ലേ കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് BV3 സെപ്പറേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാടൻ കോഴികൾ ലൈനേജ് വേറെ, പുള്ളി വേറെ, അങ്ങനെ സെപ്പറേറ്റ് ആക്കി ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് ആടുകൾ, അതുപോലെ തന്നെ കാട, അങ്ങനെയുള്ള എല്ലാം വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഫാം സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നല്ല രീതിയിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ബ്രേക്ക് എടുക്കുകയാണ്. ഇൻഷാ അല്ലാ ഞാൻ വീണ്ടും വന്നിട്ട് തുടങ്ങും. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ് ചെയ്ത് കൂട്ടായവരൊന്നും അൺസബ് ചെയ്ത് പോകരുത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, നമ്മുടെ ഗിവ് അവേൻ്റെ കാര്യം. ഞാൻ ഗിവ് അവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെന്തായാലും തരും. നമ്മുടെ 2K ആവുന്ന സമയത്ത് അതിന് ഞാൻ കോഴികളൊക്കെ സെറ്റ് ചെയ്ത് വേറൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നിങ്ങൾക്ക് അഡ്രസ്സ് അത് ഗിവ് അവേ കിട്ടുന്ന ആളുണ്ടാവുമല്ലോ, അവരുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരും കേട്ടോ, ഡെലിവറി ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ യാതൊരു ഡൗട്ടും വേണ്ട. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇനി ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മാസവും എന്തെങ്കിലുമൊക്കെ ഗിവ് അവേ കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഞാൻ ചാനൽ എന്താ പറയുക, കോഴി റിലേറ്റഡ് വീഡിയോസ് വരൽ ചിലപ്പം കുറവായിരിക്കും. കാരണം ഞാൻ ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ പോകുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്കാണ്. അപ്പം ചിലർക്കൊക്കെ അറിയുണ്ടാവും, അവിടെയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും. അപ്പം ആൻഡമാൻ വീഡിയോസായിട്ടും ദ്വീപിലെ വിശേഷങ്ങളായിട്ടൊക്കെ ഞാൻ വരുന്നുണ്ട് വീഡിയോസിൽ. പിന്നെ അവിടെ ഒരു ചെറിയ നമുക്ക് പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കോഴി ഫാം സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. തുടർന്ന് നിൽക്കുകയാണെങ്കിൽ, അതായത് 1 ഇയറിൽ കൂടുതൽ അവിടെ നിൽക്കേണ്ട സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ നാട്ടിൽ വന്നിട്ട് വീണ്ടും നമ്മൾ റീസെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചെറിയൊരു റിക്വസ്റ്റ് ഉള്ളത്, ആരും ചാനൽ അൺസബ് ചെയ്ത് പോകരുത്. നിങ്ങൾ എൻ്റെ കൂടെ വേണം, കട്ടയ്ക്ക് വേണം. ഗിവ് അവേൻ്റെ കാര്യം 2K ആവുന്ന സമയത്ത് ഞാൻ എന്തായാലും അത് അയച്ചു തരും. അതിന് കോഴികളെയും ആളുകളെയും അതിന് വേണ്ട ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ കോഴികളൊക്കെ കുറേയൊക്കെ നമ്മൾ എന്താ പറയുക, നമുക്ക് കമ്പനിക്കാരെ കയ്യിൽ വളർത്താൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ബാക്കി ഇനിയിപ്പോൾ നമ്മൾ ഒരുമിച്ച് എത്ര പീസാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് സെയിൽ പോസ്റ്റ് ഇടുന്നതായിരിക്കും കേട്ടോ. നമ്മളെ ചാനലിൽ തന്നെ എന്തായാലും പെട്ടെന്ന് തന്നെ സെയിൽ പോസ്റ്റ് ഇടും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക, നമ്മൾ ഹൈവേ ഡെലിവറി ചെയ്ത് തരും. പിന്നെ ഇനി എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇനി 1-2 റിക്വസ്റ്റഡ് വീഡിയോ ഉണ്ട്, അത് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. മരുന്നുകളെക്കുറിച്ചും നമ്മൾ കോഴി ഫാമിൽ എന്തൊക്കെ മരുന്നുകൾ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ കോഴീനെ കൂടുതലായി വളർത്തുന്നവർ എന്തൊക്കെ മരുന്നുകൾ കീപ്പ് ചെയ്യണം, അതുപോലെ തന്നെ എന്താ പറയുക വെറ്റില കഷായം, ഇങ്ങനെ ഒരു 3-4 റിക്വസ്റ്റഡ് വീഡിയോ ഉണ്ട്. അത് ഞാൻ പോകുന്നതിന് മുന്നേ എന്തായാലും ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ കോഴികൾ ഇപ്പോൾ ഓൾമോസ്റ്റ് എന്നെ പേഴ്സണലി വാട്സാപ്പിൽ സ്ഥിരം ബന്ധപ്പെടുന്നവർ കുറേ ആൾക്കാർ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അത് അയച്ചു കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി എത്ര പീസാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് ഞാൻ എന്തായാലും സെയിൽ പോസ്റ്റ് ഇടുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടുക. ഹൈവേ ഡെലിവറി ഉണ്ട്. അല്ലെങ്കിൽ ഫാമിൽ വന്നിട്ട് എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ വന്നെടുക്കുക. നമ്മളെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ല ചേളാരി പടിക്കൽ നിന്ന് എയർപോർട്ട് റോഡിനുള്ളോട്ട് വരണം. കൂമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മളെ വീട് വരുന്നത്, ഫാം വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീട്ടിൽ വന്നെടുക്കാവുന്നതുമാണ്, നമ്മൾ അയച്ചു തരുന്നതുമാണ്.
പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നാടൻ കോഴി വളർത്തിയിട്ട് നഷ്ടത്തിലായിട്ടാണോ നിർത്തുന്നത്? ഒരിക്കലുമല്ല. ഞാൻ അടുത്ത മാസം ആകുമ്പോഴത്തേന് ഇവിടുന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്താ പറയുക, മോളെ സ്കൂള് ലീവ് കിട്ടാത്തതുകൊണ്ടും അടുത്ത മാസത്തേക്കാണ് എനിക്ക് ലീവ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് പോകാമെന്ന് വിചാരിക്കുകയാണ്. നാടൻ കോഴി നഷ്ടത്തിലായിട്ടൊന്നുമല്ല, പക്ഷേ ലാഭത്തിലൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ എഫേർട്ട് ഇടണമെന്നുള്ളൂ. നല്ലോണം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ലാഭത്തിൽ കൊണ്ടുപോകാൻ പറ്റും. കാരണം കോഴികൾക്ക് ചെറിയൊരു അസുഖം, ഒരാൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അതെന്തായാലും ഒരു 3-4 ആളിലേക്ക് അത് എത്തും, സ്പ്രെഡ് ആവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതൊക്കെ നമ്മൾ ഡെയിലി ഒബ്സർവ് ചെയ്യുക. പിന്നെ അവർക്ക് വേണ്ട വിറ്റാമിൻസും കാര്യങ്ങളും ഫുഡും എല്ലാം ബാലൻസ് ചെയ്ത് കൊടുക്കുക, വൃത്തിയിൽ കൊണ്ടെടുക്കുക. കാരണം ഇവരെ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ കൂട് ക്ലീനാക്കുക, പിന്നെ കൂട്ടിലാക്കി കഴിഞ്ഞാൽ അവർക്ക് നടക്കാനും ഇട്ടുകൊടുത്ത കോമ്പൗണ്ട് ക്ലീനാക്കുക, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ നാടൻ കോഴി വളർത്തൽ ലാഭം തന്നെയാണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.